രാത്രിയും ജന്തർ മന്ദറിലേക്ക് വിദ്യാർത്ഥികളുടെ ഒഴുക്കാണ്. രാത്രി സമയം ഇപ്പോൾ 8:30 കഴിഞ്ഞിരിക്കുന്നു. ആ 8:30ക്ക് ശേഷവും നിരവധി പേരാണ് ജന്തർ മന്ദറിലേക്ക് കയറാനായിട്ട് ഇത്തരത്തിൽ ക്യൂ നിൽക്കുന്നത്. നീണ്ട ക്യൂ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. രാത്രിയാവും തോറും കൂടുതൽ പേർ ജന്തർ മന്ദറിലെ ഈ വേദിയിലേക്ക്, സമരവേദിയിലേക്ക് എത്തി ഐക്യദാർഢ്യം അറിയിക്കുകയാണ്. നിരവധി പേരാണ് ഓരോ ദിവസവും ജന്തർ മന്ദറിലേക്ക് എത്തുന്നത്. ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നതിനനുസരിച്ച് കൂടുതൽ ആളുകൾ അകത്തേക്ക് കയറാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടെ നിരവധി പേരുണ്ട്. പല ആളുകളും ജോലി കഴിഞ്ഞ്, പഠനം കഴിഞ്ഞ് നേരെ ജന്തർ മന്ദറിലെ വേദിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചാണ് പലരും എത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയുള്ള പ്ലക്കാർഡുകളുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെതിരെയുള്ള പ്ലക്കാർഡുകളുണ്ട്. അത്തരത്തിൽ നിരവധി പ്ലക്കാർഡുകളുമായി വിദ്യാർത്ഥികൾ ഈ സമരവേദിയിലേക്ക് കടന്നു വരികയാണ്. അവരുടെ കയ്യിൽ ഭക്ഷണപ്പൊതികളുണ്ട്. അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണവും ഇവിടെയുള്ള ആളുകൾക്ക് നൽകാനുള്ള ഭക്ഷണവും ഒക്കെയായിട്ടാണ് ഈ വേദിയിലേക്ക് ഓരോ ആളുകളും വരുന്നത്. പ്രായമായ ആളുകളുണ്ട്, വീട്ടിൽ നിന്ന് വരുന്ന ആളുകളുണ്ട്. അങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്ന്, വിവിധ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പോലീസിന്റെ ബാരിക്കേഡുകളുണ്ട്. ആ ബാരിക്കേഡുകൾക്കിടയിലുള്ള ചെറിയൊരു വഴി മാത്രമാണ് ആളുകൾക്ക് ജന്തർ മന്ദറിലേക്ക് കടക്കാനായിട്ട് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഓരോ ആളുകൾ കഷ്ടിച്ച് വേണം ഈ ജന്തർ മന്ദറിന്റെ ഈ വേദിയിലേക്ക് കയറാനായിട്ട്. ഈ ക്യൂ ഇങ്ങനെ നീണ്ടു പോവുകയാണ്. ഒരു 10-20 മിനിറ്റ് വരിയിൽ നിന്നാൽ മാത്രമേ ജന്തർ മന്ദറിന്റെ അകത്തേക്ക് ഈ സമരക്കാർക്ക്, ഇവിടെ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. അത്രയും നേരം കാത്തിരിക്കണം. ആ കാത്തിരിപ്പിന് ശേഷം മാത്രമേ അവിടേക്ക് എത്താനായി സാധിക്കുകയുള്ളൂ. നാളെയും മറ്റന്നാളും ഒക്കെയായിട്ട് വലിയ തിരക്ക് തന്നെ ഉണ്ടാകുമെന്നാണ് CJP പ്രതിനിധികൾ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ പിന്തുണ, കൂടുതൽ ജനപങ്കാളിത്തം ഈ പ്രതിഷേധത്തിന് ഇപ്പോൾ ഉണ്ടാവുകയാണ്. അതിന്റെ സൂചനയാണ് ഈ രാത്രിയും ഇത്രയധികം ആളുകൾ ജന്തർ മന്ദറിലേക്ക് കടന്നു വരുന്നത്. ആൺകുട്ടികളും പെൺകുട്ടികളും, ചിലർ കുടുംബത്തോടൊപ്പമാണ്, കുഞ്ഞു കുട്ടികളെ ഒപ്പം തലയിൽ ചുമന്നുകൊണ്ട് ചില ആളുകൾ ഈ സമരവേദിയിലേക്ക് എത്തുന്നുണ്ട്. എല്ലാവർക്കും ഒരേ ആവശ്യമേ ഉള്ളൂ. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ്. ആ രാജിവെക്കുന്നത് വരെ ഈ പ്രതിഷേധത്തിന് തങ്ങൾ ഐക്യദാർഢ്യം അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധത്തിലേക്ക് ഈ രാത്രിയും ഇത്രയധികം ആളുകൾ ഒഴുകിയെത്തുന്നത്. നിരവധി ആളുകൾ, പ്രത്യേകിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമൊക്കെയാക്കാനായിട്ട് ഇവിടെ എത്തുന്നുണ്ട്. ആനിരാജയെ നമുക്ക് കാണാം. ആനിരാജ രാത്രിയും ഈ സമരവേദിയിൽ സജീവമാണ്. ഇത്തരത്തിൽ വിവിധ ആളുകൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാനൊക്കെയായിട്ട് ഇവിടെ എത്തുന്നുണ്ട്. അവരെല്ലാവരും വളരെ കഷ്ടിച്ചുകൊണ്ടാണ് ഈ സമരവേദിയിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഈ സമരത്തിലെത്തി ആ വേദിയിൽ വന്ന് ഒരു മുദ്രാവാക്യം വിളിച്ചതിന് ശേഷം മാത്രമാണ് ഈ ഡൽഹിയിൽ നിന്നും ജന്തർ മന്ദറിൽ നിന്നും മടങ്ങുന്നത്. ഹരിമുണ്ടൂരിനോടൊപ്പം ജന്തർ മന്ദറിൽ നിന്നും തൗഫീഖ് അസ്ലം, മീഡിയ.